നമ്മൾ ആ ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിതാ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് യാണിനെ ഇതേപോലെ വലിച്ച് ആദ്യം ചെയിൻ്റെ ഉള്ളിലൂടെ എടുത്തു. ഇനി ഈ രണ്ടാമത് കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ എടുക്കുക. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചായി. അതുപോലെ ആ ഒരു 5 ചെയിൻ ഒരു സർക്കിൾ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4 4 ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, 2 ത്രിബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കണം. 2 ത്രിബിൾ ക്രോഷ് ചെയ്യേണ്ടത് ഈ ചെയിൻ സ്റ്റിച്ചിനോട് ചേർത്തിട്ട് ഈ ഒരു ഹോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ ഈ ഹോളിൽ. ഇനി 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഹോള് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മാർക്കർ എടുക്കുക. എന്നിട്ട് ആ 5 ചെയിൻ്റെ ഹോളുണ്ടല്ലോ അതിൽ ഈ മാർക്കറിനെ ഒന്ന് ഇതേപോലെ കുത്തി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഹോള് മനസ്സിലാവാനും വേണ്ടിയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ത്രിബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കണം. ആ ത്രിബിൾ ക്രോഷ് ചെയ്യണം, ശ്രദ്ധിച്ചോട്ടോ. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ മാർക്കർ കുത്തിയേക്കണ സ്പേസ് ഇല്ലേ അങ്ങോട്ട് ഹുക്കിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ത്രെഡിനെ ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് 4 ലൂപ്പ് കിട്ടി. അത് ചെയ്യണത് എവിടെയാണെന്ന് നോക്കിക്കോട്ടോ. അതുണ്ടോ ചെയിൻ സ്റ്റിച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ഇനി ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡിനെ പുറത്തേക്ക് എടുത്തു. വീണ്ടും 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ലൂപ്പ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുക, കണ്ടോ. വീണ്ടും എന്ത് ചെയ്യുക, ത്രിബിൾ ക്രോഷ് ഒരെണ്ണം ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. ഇനി ഇതുണ്ടോ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്ത ത്രിബിൾ ക്രോഷ് ഇല്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. മാർക്കർ കുത്തിയ ഹോളിലൂടെ പോയിട്ട് ഇതേപോലെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടി, കണ്ടോ. വീണ്ടും എന്ത് ചെയ്യുക, 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4 4 ചെയിൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടതും ഈ ഒരു ത്രിബിൾ ക്രോഷ് കൊടുത്തതിൻ്റെ അടുത്ത് പോയിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് യാണിനെ ഇതേപോലെ എടുക്കുക, കണ്ടോ. യാൺ ഓവർ ചെയ്ത് യാണിനെ എടുത്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ ഈ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇതേ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാണ് കേട്ടോ. വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1 2 3 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി 2 ത്രിബിൾ ക്രോഷ് ചെയ്യുക. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടത് കണ്ടല്ലോ അല്ലേ. ഇനി 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ അടുത്ത് തന്നെയാണ് ഹുക്ക് ഇട്ട് കൊടുത്ത് യാണിനെ ഇതേപോലെ എടുക്കണത് കേട്ടോ. അതാണ് ത്രിബിൾ ക്രോഷ്.
2 ത്രിബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി 4 ചെയിൻ ഇടുക. വീണ്ടും എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കറക്റ്റ്. ഇനി മാർക്കർ വേണമെങ്കിൽ ഒരു മാറ്റാട്ടോ, കാരണം അവിടെ ഹോള് നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടല്ലോ, ഉണ്ടോ, കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇനി സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇതാ ആ ഹോളിൽ പോയി ഇതുപോലെ യാണെടുത്തു. ആദ്യത്തെ ലൂപ്പ് ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് 2 പെറ്റൽസ് കിട്ടി. വീണ്ടും എന്ത് ചെയ്യുക, 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 3 4 2 ത്രിബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 2 ത്രിബിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്യേണ്ടത്. വീണ്ടും 4 ചെയിൻ ഇടുക. 4 ചെയിൻ 2 3 4 4 ചെയിൻ 2 ത്രിബിൾ ക്രോഷ്യ 4 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ മെത്തേഡ് എന്ന് പറയണത് കേട്ടോ. എന്താ 3 പെറ്റലായി. ഇനി എന്ത് ചെയ്യുക, വീണ്ടും 4 ചെയിൻ ഇടുക. 2 ത്രിബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ദാ ഉണ്ട്. വീണ്ടും എന്ത് ചെയ്യുക, 4 ചെയിൻ ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഉണ്ടോ, ഇപ്പോൾ 4 പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. സ്പേസ് കുറവാന്ന് തോന്നും. ഇതുണ്ടോ, സെൻറ്ററിൽ സ്പേസ് കുറവാന്ന് തോന്നും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെറ്റലും കൂടെ ചെയ്യുക കേട്ടോ. 1 2 3 4 2 ത്രിബിൾ ക്രോഷ്യ. വീണ്ടും 2 പ്രാവശ്യമാണ് അവർ ചെയ്യുക. 2 ത്രിബിൾ ക്രോഷ്യ. ലാസ്റ്റ് ഇതാണ് കേട്ടോ സ്റ്റെപ്പ്. 2 3 4 ചെയിൻ ഇട്ടു. സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ എവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുമെന്ന് തോന്നും അല്ലേ. ഈ 2 പെറ്റലിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഈ ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇതുണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ചും കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇതിന് നമുക്ക് ഒന്ന് പെറ്റലിനെയൊക്കെ ഒന്നിങ്ങനെ കൈയും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ട്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ത്രെഡ് ഇങ്ങനെ നിൽക്കുകയല്ലേ, ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നും ത്രെഡ് കട്ട് ചെയ്യാണ് കേട്ടോ. ഒരു മിനിറ്റ്, മിസ്സിൻ്റെ ഇതുണ്ടോ, നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നും ത്രെഡ് കട്ട് ചെയ്യുക. ഇനി ഈ ഹുക്കിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിക്കുക. അപ്പോൾ ആ ത്രെഡ് മുകളിലേക്ക് കയറി വരും കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ വിട്ടു വരും. ഇനി കൈയും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബോട്ട്കെ നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ട്കെ നീഡിലും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ബോട്ട്കെ നീഡിൽ ഇതേപോലെ ഒന്ന് കുത്തി വയ്ക്കുക. ഉണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ത്രെഡിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ത്രെഡിനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. ബോട്ട് നീഡിൽ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഹുക്ക് തന്നെ ഇതാ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓരോ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഹുക്ക് ചെയ്ത് ജസ്റ്റ് ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ 2-3 ത്രെഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ ഈ ത്രെഡും ചെയ്യാം കേട്ടോ. നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ത്രെഡും അതുപോലെ തന്നെ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം.